ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ആധുനിക ആവർത്തന പട്ടികയിൽ 7 പീരീഡുകളും അതുപോലെ 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളെ നമ്മൾ പീരീഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും പറയുന്നു. ഈ 18 ഗ്രൂപ്പുകളിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹങ്ങൾ അഥവാ ആൽക്കലി മെറ്റൽസ്. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നീ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനുള്ള ഒരു കോഡാണ് റൂസോ ഫ്രം പോലീസ്. ഈ ആൽക്കലി ലോഹങ്ങളിൽ നിന്ന് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത്, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. കൂടാതെ ഓർത്തു വയ്ക്കുക, ജലത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ കൂടിയാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഈ ലോഹങ്ങൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഇവിടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാണ്. സർ ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞനാണ് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ നിർമ്മിച്ചത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ലിക്വിഡ് സോഡിയം. അടുത്തത്, കറിയുപ്പ് രാസപരമായി അറിയപ്പെടുന്ന പേരാണ് സോഡിയം ക്ലോറൈഡ് അഥവാ NaCl. സമുദ്രജലം സൂര്യൻ്റെ ചൂടിൽ ബാഷ്പീകരിച്ചാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. സോപ്പ് നിർമ്മാണ വേളയിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചാണ്. അടുത്തത്, വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. സോഡ ആഷ് എന്നറിയപ്പെടുന്നതും സോഡിയം കാർബണേറ്റ് ആണ്. അലക്ക് സോപ്പ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കുളിക്കുവാൻ ഉപയോഗിക്കുന്ന സോപ്പാണ് അഥവാ ബാത്തിങ് സോപ്പ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഔഷധമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. കമ്പിളി വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സോഡിയം പെറോക്സൈഡ്.